വിലക്കപ്പെട്ട പ്രണയം ഭാഗം 58. ഞാൻ പൊക്കോട്ടെ മുത്തശ്ശി. അടുത്ത നിമിഷം ആമി മുത്തശ്ശിയോട് ചോദിച്ചു. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖം ആകെ മങ്ങിപ്പോയിരുന്നു. എബി പിന്നെ ഒന്നും പറയാതെയും മിണ്ടാതെയും ഇരിക്കുവാണ്. അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും തന്നെയില്ല. ആമി വരാമെന്ന് പറഞ്ഞതും ലതാമ്മയുടെയും ഋഷിയുടെയും ഒക്കെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ വിടർന്നു. അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തില്ല. ഇത്രയും നാളും ഇവരിൽ നിന്നൊക്കെ അകന്ന് താമസിച്ചതല്ലേ. ഇനി ഇവരുടെ കൂടെ പോയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് കഴിയാൻ നോക്ക് നീ. പുഞ്ചിരിയോടെ തന്നെ മുത്തശ്ശി അവർക്ക് സമ്മതം മൂളി. അവിടെ നിന്ന് അന്ന് പോരുമ്പോൾ തന്നെ അവരുടെ കൂടെ നിന്നാൽ കൊള്ളാമെന്നൊരാഗ്രഹം അവളുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു. അവരാരും തന്നെ അതിന് വിളിച്ചില്ലല്ലോ എന്നൊരു ദുഃഖമായിരുന്നു പിന്നീട്. ഇപ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് ഇവിടെ വന്ന് തന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് അത്യധികം സന്തോഷം തന്നെയായിരുന്നു. ലതാമ്മയുടെ കൂടെ പഴയതുപോലെ നിൽക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ജീവിതം ആ സന്തോഷകരമായ കാലത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുമുണ്ട്. പക്ഷേ അതിന് കഴിയില്ലല്ലോ. എത്രയൊക്കെ ആയാലും പണ്ടത്തേതുപോലെയുള്ളൊരു സന്തോഷം നിറഞ്ഞ ജീവിതം ഇനി എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും ഇത്രയും നാളും താൻ അനുഭവിച്ച കഷ്ടതകളിൽ നിന്ന് ചെറിയൊരാശ്വാസം അതെന്തായാലും ഉണ്ടാകും എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവനും. ആ സമയത്ത് അവൾക്ക് മുത്തശ്ശിയെ വിട്ടുപിരിഞ്ഞു പോകുന്ന ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. എങ്ങനെയൊക്കെ ആയാലും ലതാമ്മയുടെയും ഋഷിയേട്ടൻ്റെയും ഒക്കെ കൂടെ കഴിയാമല്ലോ എന്ന ചിന്ത മാത്രമായിരുന്നു. അതിൻ്റെ സന്തോഷമായിരുന്നു. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും പോകാനിറങ്ങിയത്. അതിനു മുന്നേ തന്നെ പോകണമെന്ന് പറഞ്ഞെങ്കിലും മുത്തശ്ശിയും എബിയും വാശി പിടിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാവരും അവിടുന്ന് ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പോകാനിറങ്ങിയത്. അവർ ഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് തന്നെ ആമി വേഗത്തിൽ ഭക്ഷണം കഴിച്ചു തീർത്ത് ബാഗിലേക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തെടുത്തു. അധികം സാധനങ്ങളൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല. കുറച്ച് ഡ്രസ്സുകളും പഠിക്കുന്ന ബുക്കുകളും മാത്രം. പോയിട്ട് വരാം മുത്തശ്ശി എന്ന് പറഞ്ഞ് ആമി മുത്തശ്ശിയെ ഇറുക്കി കെട്ടിപ്പിടിച്ച് കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തതും ചെറിയ രീതിയിൽ മുത്തശ്ശിക്കൊരു വിഷമമുള്ളിൽ തോന്നിയിരുന്നു. എത്രയൊക്കെ ആയാലും ഇത്രയും നാളും കൊണ്ട് തന്നെ മനസ്സിൽ അവൾക്ക് അത്രയും വലിയൊരു സ്ഥാനം മുത്തശ്ശിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അവളില്ലാതെ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു ആ നിമിഷം മുത്തശ്ശിയിൽ നിറഞ്ഞു നിന്നത്. നന്നായിട്ട് പഠിക്കണം, അതുമാത്രമായിരുന്നു മുത്തശ്ശിക്ക് അവളോട് പറയാനുണ്ടായിരുന്നത്. അതിന് അവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് എബിയുടെ അടുത്തേക്ക് വന്നു. പോയിട്ട് വരാം. അത് പറഞ്ഞതും എബി കൈവിടർത്തി അവളെ തൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചതും അവൾ അവനെയും ഇറുക്കി കെട്ടിപ്പിടിച്ചു. താങ്ക് യു. അവന് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ അത് അവനോട് പറഞ്ഞു. പുഞ്ചിരിയോടെ അവനതിന് അവളുടെ മുതുകിലൊന്ന് തട്ടി. അവരുടെ കാറ് ഗേറ്റ് കടന്ന് കൺമുന്നിൽ നിന്നും മായുന്നത് വരെ എബിയും മുത്തശ്ശിയും നോക്കി നിന്നു. അമ്മാമ്മ കരയുവാണോ? അവർ ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കി നിന്നപ്പോൾ പെട്ടെന്ന് നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്ന മുത്തശ്ശിയെ കണ്ടതും എബി മുത്തശ്ശിയെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു. അവൾ ഇവിടെ ഉണ്ടായപ്പോൾ അവൾ ഇത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അറിഞ്ഞില്ല. എന്തോ അവൾ പോകുന്നു പറഞ്ഞപ്പോൾ മനസ്സിനൊരു വിഷമം. എല്ലാവരും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അമ്മാമ്മേ, നമുക്ക് നമ്മൾ മാത്രം പോരെ. അവൻ്റെ ഉള്ളിലും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും മുത്തശ്ശിയോടത് പ്രകടിപ്പിക്കാതെ അവൻ അവരെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. മുകളിലേക്ക് വന്ന് അങ്ങനെ വെറുതെ കട്ടിലിൽ അങ്ങനെ നിവർന്ന് കിടക്കുമ്പോൾ എബിയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് ആമിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. എത്ര എളുപ്പത്തിലാണ് അവൾ അവർ വിളിച്ചപ്പോൾ തന്നെ അവരുടെ കൂടെ പോയത്. ഒരു നിമിഷം പോലും താമസിക്കേണ്ടി വന്നില്ല അവളുടെ ഉത്തരം കേൾക്കാൻ. ആരും ഒന്നും നിർബന്ധിക്കുക പോലും ചെയ്യേണ്ടി വന്നില്ല. അതിനർത്ഥം അവളുടെ മനസ്സിൽ ഞങ്ങളുടെയൊക്കെ സ്ഥാനം അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ. ഒരു നിമിഷം എബിയുടെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തകളെല്ലാം നിറഞ്ഞു വന്നു. അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ തങ്ങളെ വലിച്ചെറിഞ്ഞു എന്ന് പോലും അവൻ്റെ ഉള്ളിൽ അന്നേരം തോന്നിപ്പോയി. ആ വലിയ വീട്ടിൽ പഴയതുപോലെ മുത്തശ്ശിയും എബിയും മാത്രമായി. അന്നത്തെ ദിവസം ആമി എത്തിക്കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കും എന്ന് എബിയും മുത്തശ്ശിയും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷകളെ വെറുതെ ആക്കിക്കൊണ്ട് അവളുടെ കോള് പോയിട്ട് ഒരു മെസ്സേജ് പോലും വന്നില്ല. പലപ്പോഴും അവളെ അങ്ങോട്ട് വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ എന്നൊക്കെ എബിയുടെ മനസ്സിൽ തോന്നിയിരുന്നു. എങ്കിലും എന്തോ മനസ്സിലെ മറ്റൊരു വാശി കൊണ്ട് അവൻ അതിന് മുതിർന്നില്ല. മുത്തശ്ശിയും അവളെ വിളിക്കാനൊരുങ്ങിയില്ല. കാരണം മുത്തശ്ശിയുടെ ഉള്ളിലും അവൾ ഒരു തവണ പോലും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ എന്ന ചിന്തയായിരുന്നു. ആ ദിവസം അങ്ങനെ കടന്നുപോയി. പിറ്റേ ദിവസമെങ്കിലും അവൾ വിളിക്കുമെന്ന് കരുതി. പക്ഷേ ആ ദിവസവും അവൾ വിളിച്ചില്ല. എബി ജോലിക്ക് പോകും. പിന്നെ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരും മുത്തശ്ശിയും മാത്രമാകും. ആമി ഉണ്ടായിരുന്നപ്പോൾ അവളോട് സംസാരിച്ചും മറ്റുമൊക്കെ ഇരിക്കാമായിരുന്നു. ഇതിപ്പോൾ ആകെ ഒരു മൂകതയാണ്. പറമ്പിലേക്ക് പോകാനും പഴയതുപോലെ ഒരു ഉഷാറ് തോന്നുന്നില്ല. ആമി വന്നതിന് ശേഷം മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചാൽ കൂടെ അവളും ഉണ്ടാകും. അത് ശീലമായി പോയിരിക്കുന്നു. അവൾ വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഓടി നടന്ന് ചെയ്തിരുന്നതാണ്. പക്ഷേ അവൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു കാര്യം പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും അവളുടെ കൈയുണ്ടാകും. അങ്ങനെ അങ്ങനെ ഓരോ ചെറിയ കാര്യത്തിലും അവൾ വേണമെന്നുള്ളത് ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്.
ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തിനേറെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മുത്തശ്ശി ആമിയെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. മുത്തശ്ശി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തുനിന്ന് അവളുടെ ശബ്ദം. ഒരു നിമിഷം ഏതു നേരവും അവളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് കൊണ്ട് തനിക്ക് തോന്നുന്നതാണോ എന്ന് പോലും മുത്തശ്ശി ചിന്തിച്ചു പോയി. മുത്തശ്ശി അങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും അവളുടെ ശബ്ദം കേൾക്കുന്നത്. ഇത്തവണ ഇത് സത്യം തന്നെയാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി, തൻ്റെ തോന്നലല്ലെന്ന്. വേഗത്തിൽ മുത്തശ്ശി വാതിൽ തുറക്കാനായി എത്തി. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, ഇതെവിടെയായിരുന്നു? ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ആയിരുന്നു ആമി മുത്തശ്ശിയോട് ചോദിച്ചത്. പക്ഷേ ഇത്ര ദിവസമായിട്ടും അവൾ വിളിക്കാതിരുന്നതിലുള്ള ഒരു ചെറിയ പരിഭവം മുത്തശ്ശിയിൽ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അകത്തായിരുന്നു. ചെറിയ പ്രായമൊന്നുമല്ലല്ലോ, നടന്നിവിടെ വരെ എത്തണ്ടേ? ഓ, ആരാ ഈ പറയുന്നത്? പുറകിലുള്ള മലയും പറമ്പും ഒക്കെ മുഴുവൻ നടന്നു കയറിയിറങ്ങുന്ന ആളാണോ ഈ പറയുന്നത്? അവൾ മുത്തശ്ശി പറയുന്നത് കേട്ടതും മുത്തശ്ശിയെ തിരികെ കളിയാക്കി. പക്ഷേ മുത്തശ്ശി അപ്പോഴും ഗൗരവത്തോടെ നിന്നതല്ലാതെ അവളോട് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇതെന്താ, ഞാൻ വന്നിട്ടൊരു സന്തോഷവും ഇല്ല, എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നതും ഇല്ലല്ലോ. ഓ, അപ്പോൾ അകത്തേക്ക് വരാൻ നിനക്ക് ക്ഷണനമൊക്കെ വേണമെന്നായി അല്ലേ? അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ആമി അകത്തേക്ക് കയറി. എബി സാർ ഓഫീസിലേക്ക് പോയോ? പോയി. ഇവിടെ ഇപ്പോൾ ഞാൻ തനിച്ചായി. 2-3 ദിവസമായിട്ടും ഞാൻ പോയതിനു ശേഷം ഫോൺ വിളിക്കാത്തതിനുള്ള പരിഭവമാണെന്ന് തോന്നുന്നു. അപ്പോഴും തെല്ലുപോലും ഗൗരവം വിടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയെ ഒന്ന് ഒളി കണ്ണാലെ നോക്കിക്കൊണ്ട് ആമി ചോദിച്ചു. എനിക്ക് പരിഭവമൊന്നുമില്ല. നീ നിന്റെ വീട്ടുകാരുടെ ഒപ്പം താമസിക്കുമല്ലേ, അപ്പോൾ തിരക്കിലായിരിക്കുമെന്ന് കരുതി അങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കാനും ഞാൻ നിന്നില്ല. അതിനങ്ങോട്ട് വിളിച്ചാലും എന്നെ കിട്ടത്തില്ല. ആമി പറഞ്ഞതും മുത്തശ്ശി അവളെ സംശയത്തോടെ നോക്കി. എൻ്റെ ഫോൺ ഞാൻ ഇവിടെ മുറിയിൽ വെച്ച് മറന്നുപോയിട്ടാ പോയത്, എൻ്റെ കയ്യിലില്ലായിരുന്നു. ആമി പറഞ്ഞതും മുത്തശ്ശി സത്യമാണോ എന്ന രീതിയിൽ അവളെ നോക്കി. അവൾ അതിന് അതേ എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അപ്പോൾ നിനക്ക് ഋഷിയുടെ നമ്പറിൽ നിന്നൊന്നും വിളിക്കാമായിരുന്നില്ലേ? ഋഷിയേട്ടൻ്റെ ഫോൺ കുഞ്ഞെടുത്തെറിഞ്ഞ് അതിൽ ഡിസ്പ്ലേ പോയിട്ട് ശരിയാക്കാൻ കൊടുത്തിരിക്കുവാണ്. ഒരു ദിവസം ഞാൻ നോക്കി, പിന്നെ വിളിക്കാൻ ഒട്ടും പറ്റുന്നില്ലെന്നായപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് കരുതി. ആമി കാര്യം പറഞ്ഞതും ഇത്രയും നേരം ഗൗരവത്തിലിരുന്ന മുത്തശ്ശിയുടെ മുഖത്തിന് ഒരയവ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം മുത്തശ്ശിയുടെ മുഖത്തുണ്ടായിരുന്ന ഗൗരവം എല്ലാം പോയി. അത് തന്നെ, ഞാൻ ഫോൺ വിളിക്കാതിരുന്നതിനുള്ള പരിഭവമായിരുന്നു ഇത്രയും നേരം ആ മുഖത്ത് ഗൗരവമായിട്ട് കണ്ടോണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടോ, കാര്യം അറിഞ്ഞപ്പോൾ എല്ലാം മാറി. ആമി മുത്തശ്ശിയെ കളിയാക്കി. അവളുടെ ആ സംസാരത്തിൽ മുത്തശ്ശി പോലും ചിരിച്ചു പോയിരുന്നു. പിന്നീട് കുറച്ചു നേരം അവരുടെ ലോകമായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞും കുറച്ചു സമയം പറമ്പിലും മറ്റുമൊക്കെ നടന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ആമി പോകാനിറങ്ങിയത്. ഇന്ന് തന്നെ പോകണോ നിനക്ക്? എബി വന്നിട്ട് അവനെ കൂടി കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോയാൽ പോരെ? അവളെ വിടാൻ താല്പര്യമില്ലാത്തതുപോലെ മുത്തശ്ശി ചോദിച്ചു. ആ ചോദ്യത്തിൽ അവൾക്കും അവിടെ നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ലതാമ്മയോട് എന്തായാലും ഇന്ന് തന്നെ തിരികെ വരാമെന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശി ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ അത് ചിലപ്പോൾ ലതാമ്മയ്ക്ക് വിഷമാകും. ഇനി ഒരു ദിവസം വരുമ്പോൾ എന്തായാലും ഞാനിവിടെ നിന്നിട്ടേ പോവുള്ളൂ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിക്ക് ഉറപ്പ് കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ആമി പോകാനിറങ്ങി. പോകുന്ന വഴിക്ക് എബിയുടെ ഓഫീസിൽ കയറി അവനെയും കൂടി കാണാമെന്ന് കരുതിയെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. വൈകുന്നേരം എബി വരുമ്പോൾ ആമി വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുമായിരുന്നു മുത്തശ്ശി. എബി ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം കുളിച്ചൊക്കെ കഴിഞ്ഞ് താഴേക്കിറങ്ങി വന്നപ്പോഴാണ് മുത്തശ്ശി ആമി വന്നിരുന്ന കാര്യം അവനോട് പറയുന്നത്. ഇന്ന് രാവിലെ ആമിമോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എബി ആവേശത്തോടെയും അതിലുപരി ഞെട്ടലോടെയുമാണ് മുത്തശ്ശിയിലേക്ക് നോക്കിയത്. പിന്നെ വെറുതെ നുണ പറയല്ലേ. അവൾ വന്നാൽ എന്തായാലും തന്നെ കാണാതെ പോകില്ലെന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശി വെറുതെ തന്നെ പറ്റിക്കാൻ വേണ്ടി പറയുവാണ് എന്നായിരുന്നു എബി ആദ്യം ശ്രദ്ധിച്ചത്. ഞാൻ കാര്യം പറഞ്ഞതാണ്. ഇത്രയും ദിവസം അവൾ നമ്മളെ വിളിക്കാതിരുന്നത് അവളുടെ ഫോൺ ഇവിടെ മുറിയിൽ വെച്ച് മറന്നിട്ടാ പോയത്. അതെടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഋഷിയുടെ ഫോണാണെങ്കിൽ കുഞ്ഞെടുത്ത് കളിച്ചിട്ട് ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിരിക്കുവാണ്. അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ യാതൊരു മാർഗവും അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം എബി കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ഉള്ളിൽ അപ്പോഴും എന്തുകൊണ്ടാണ് അവൾ തന്നെ കാണാതെ പോയി കളഞ്ഞത് എന്നൊരു ചിന്ത മാത്രമായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് വന്നപ്പോഴും എബി ഫോൺ എടുത്ത് നോക്കിയിരുന്നു. ചെറിയൊരു പ്രതീക്ഷ അവൾ തന്നെ വിളിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷേ അതിലും നിരാശയായിരുന്നു ഫലം. അവളുടെ ഫോണിൽ നിന്ന് ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ ഫോണിലേക്ക് വന്നിട്ടില്ല. എബിക്ക് മനസ്സിൽ സങ്കടവും അതിലുപരി അവളോട് ദേഷ്യവും തോന്നാൻ തുടങ്ങിയിരുന്നു. കട്ടിലിൽ കിടന്നപ്പോൾ അത് തന്നെ വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുന്നു. ഒടുവിൽ ദേഷ്യം തോന്നിയപ്പോൾ ഫോണിൽ നിന്ന് അവളുടെ കോണ്ടാക്റ്റ് പോലും ബ്ലോക്ക് ചെയ്ത് അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അവൻ്റെ ഉള്ളിൽ കുറച്ചുനാൾ മുൻപുണ്ടായിരുന്ന എബിയുടെ സ്വഭാവമൊക്കെ പതിയെ പതിയെ തിരികെ വന്നു തുടങ്ങിയിരുന്നു. ദേഷ്യം. ആമിയോടവന് ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു. 2-3 ദിവസങ്ങൾ അതുപോലെ കടന്നുപോയി. പോയിട്ടും അവൾ തന്നെ വിളിക്കുന്നില്ല എന്ന് കണ്ടതും അവൻ അവളോടുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്തത്.
ഇനി ഒരിക്കലും അവളെ നേരിട്ട് കണ്ടാൽ പോലും മിണ്ടില്ല എന്നവൻ മനസ്സിൽ തീരുമാനമെടുത്തു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവന് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വാശി കൊണ്ട് അവളെ വിളിക്കാൻ തയ്യാറാവുന്നില്ല. അവൾ അവനെയും വിളിക്കുന്നില്ല. ദിവസങ്ങൾ പതിയെ കഴിഞ്ഞുപോയി. ആമിയിടയ്ക്ക് മുത്തശ്ശിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നവന് മനസ്സിലായി. അതുകൂടി കണ്ടതും അവൾ മനഃപൂർവ്വം തന്നെ വിളിക്കാതെ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പോലും അവന് തോന്നി തുടങ്ങിയിരുന്നു. അവളോട് ദേഷ്യം തോന്നുന്നുണ്ട്, പക്ഷേ വെറുക്കാനാവുന്നില്ല. അവളെക്കുറിച്ച് ഇനി ഓർക്കരുതെന്നുണ്ട്, പക്ഷേ അവളെ മറക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകതര അവസ്ഥയിലായിരുന്നു എബി. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു എബി, ഓഫീസിലുള്ളവരോടും മറ്റുള്ളവരോടും ഒക്കെ. ഇപ്പോഴായി പിന്നെ എല്ലാവരോടും ദേഷ്യപ്പെട്ടു തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ആമി എബിയുടെ വീട്ടിൽ നിന്നും പോയിട്ട് 1 മാസം കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം വെറുതെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഋഷി ആമിയോട് ചോദിക്കുന്നത്, ആമി എബിയെ വിളിക്കാറുണ്ടോ? പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും എന്തുത്തരം കൊടുക്കണം എന്നറിയാതെ ആമി ഒന്ന് ഉഴറിപ്പോയിരുന്നു. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് ഋഷിയേട്ടാ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം ആമി വിളിക്കാറുണ്ടെന്ന് തന്നെ പറഞ്ഞു. അവൻ അതിന് ഒന്ന് മൂളിക്കൊണ്ട് പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഋഷിയേട്ടൻ എന്താ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത്? അല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എബിയെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ നിന്നെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. നീ ഇപ്പോൾ അവനെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആണോ? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എബിൻ സാറിനെ വിളിക്കാറുണ്ട്. വെറുതെ ആണെങ്കിൽ പോലും അങ്ങനെയാണ് ആമി അന്നേരം പറഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ തുടർന്ന് സംസാരിക്കാതെ ആ സംസാരം രണ്ടുപേരും അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. 2 ദിവസത്തിന് ശേഷം ഋഷിയും ലതാമയും ശ്രുതിയും എല്ലാവരും ചേർന്ന് ഗുരുവായൂർക്ക് പോയിരിക്കുവാണ്. മാസമുറയായതുകൊണ്ട് തന്നെ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ആമിക്ക് പോകാൻ കഴിഞ്ഞില്ല. വീട്ടിൽ തനിച്ചായതുകൊണ്ട് വേണമെങ്കിൽ തലേ ദിവസം തന്നെ ആമിയോട് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി നിന്നോളൂ എന്ന് ഋഷി പറഞ്ഞതാണ്. പക്ഷേ അവൾ തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. ശക്തമായ വയറുവേദനയും നടുവേദനയും കാലുവേദനയും ഒക്കെ കാരണം ആമി വീട്ടിൽ കിടന്ന് പുളയുകയായിരുന്നു എന്ന് തന്നെ പറയാം. ആ സമയത്ത് കഴിഞ്ഞ തവണ ഇതുപോലെ ആയപ്പോൾ എബി കൂടെയുണ്ടായിരുന്നതും അവൻ തന്നെ കെയർ ചെയ്തതുമൊക്കെ ഒരു നിമിഷം ആമി ഒന്ന് ആലോചിച്ചു പോയിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.